ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായം 30-ാം തിരുലിഖിതം. എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ കർത്താവിനെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവജനത്തിന്റെ മേൽ എങ്ങനെ ദൈവശക്തി വ്യാപരിച്ചു, ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജാൻസി സണ്ണി. ഞാൻ മണിമല ഫൊറോനയിൽ കരിമ്പനക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 8 വർഷമായി ബ്ലീഡിങ് തുടങ്ങിയിട്ട്. ഞാൻ 8 വർഷമായി ബ്ലീഡിങ് അവസാനിക്കും, അങ്ങനത്തെ ഒരു വിഷമത്തിലായിരുന്നു. ഞാൻ മരുന്നൊക്കെ കഴിച്ചു ധ്യാനത്തിന് എനിക്ക് 4 ദിവസം വരാൻ പറ്റിയില്ല. 5-ാം പക്കം ഞാൻ രാവിലെ ഇവിടുത്തെ ധ്യാനത്തിലാണോ മണിമല നടന്ന ധ്യാനത്തിന്? മണിമലയിൽ 5 ദിവസം കൺവെൻഷൻ നടന്നപ്പോ 4 ദിവസം വരാൻ പറ്റിയില്ല അല്ലേ? 5-ാമത്തെ ദിവസം രാവിലെ ഞാൻ ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അന്ന് ഡോക്ടറില്ല. ഞാൻ നേരെ ബസ് കയറി മണിമലയിൽ വന്ന് പള്ളിയിൽ കയറി ധ്യാനം കൂടി രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് സേവ്യർ അച്ഛൻ കൈ പൊക്കി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈ പൊക്കി കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് എനിക്ക് രോഗസൗഖ്യം ഉണ്ടായി. എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടെ ഏതാണ്ട് ഇങ്ങനെ തലയുടെ ഉച്ചി വരെയും കയറി വന്നു. കാലിന്റെ ഉള്ളംകാലിൽ നിന്ന് നെറുക വരെ ഒരു തണുപ്പ്, എന്തൊരു ശക്തി പ്രവഹിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് 8 വർഷമായി നിലയ്ക്കാത്ത ആ ബ്ലീഡിങ്ങിന്റെ രോഗം, രക്തസ്രാവം തൽക്ഷണം നിലച്ച് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ച്. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്ക് എല്ലാവർക്കും വലിയ തീഷ്ണതയോടെ ഈ നിമിഷങ്ങളിൽ ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. ദൂരസ്ഥലങ്ങളിൽ പല കാര്യങ്ങളും ഒഴുകിയിരിക്കുന്നവർ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഈ സമൂഹത്തോടുകൂടെ അണിചേരുക. പ്രിയ ദൈവ പൈതലേ, ഒരുപക്ഷെ നീ തളർന്നവനായിരിക്കാം, വേദനിക്കുന്നവനായിരിക്കാം. ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഈ കൂട്ടായ്മയിലേക്ക് അണിചേരുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ സൃഷ്ടാവായ ദൈവമേ, ഓ സൃഷ്ടാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലതും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, 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 ഞങ്ങൾ നിസ്സാരരും ബലഹീനരുമാണല്ലോ. അവിടുന്നാണ് മഹത്വമുള്ളവൻ, അവിടുന്നാണ് മഹത്വമുള്ളവൻ, അവിടുന്നാണ് കഴിവുള്ളവൻ, അവിടുന്നാണ് കഴിവുള്ളവൻ. ഞങ്ങൾ വെറും കളിമൺ പാത്രങ്ങൾ, ഞങ്ങൾ വെറും കളിമൺ പാത്രങ്ങൾ. അവിടുന്നാണ് സർവസ്വവും. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ ബലഹീനതകളും നിസ്സാരത ഏറ്റുപറഞ്ഞ് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. മഹത്വത്തിന് രാജാവേ, നിസ്സാരര്, ചെറിയവര്, ഈ ഭൂമിയിലെ എളിയവരായ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, യോഗ്യദാസരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, യോഗ്യദാസരം ഞങ്ങൾ. കരങ്ങളടിച്ച് ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. കരങ്ങൾ ഉയർത്തി അടിച്ച് മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്.
എല്ലാ കുടുംബാംഗങ്ങളും, കുട്ടികളും, യുവതിവാക്കന്മാരും, വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും, ഉണർവുള്ളവർ ഉണർവില്ലാത്തവരും എല്ലാവരും ഇപ്പോൾ കൈയടിച്ച് പാട്ടുപാടി അറിയാവുന്നതുപോലെ ചേർന്ന് പാടി ആരാധിച്ച് സ്തുതിക്കുന്നു. വീണാലുടയുന്ന മൺപാത്രങ്ങൾ യേശുവേ തകരാതെ കാത്തതും നീയല്ലയോ കർത്താവേ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ എന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ എന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം യേശുവിന്, വലിയ ഉണർവോടെ മഹത്വം യേശുവിന്. സന്തോഷിച്ച് കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പാടി ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഓ ദൈവമേ, ഈ ലോകത്ത് ഞങ്ങൾ വലിയവരാണെങ്കിലും എല്ലാവരും ഞങ്ങൾ ഉയർത്തി പറഞ്ഞാലും എല്ലാവരും ഞങ്ങൾ പേഴ്ത്തി പറഞ്ഞാലും ഞങ്ങൾ ആരാണെന്ന് അങ്ങേക്ക് അറിയാം. ഞങ്ങൾ തീരെ എളിയവരാണല്ലോ കർത്താവേ. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ, എല്ലാ സ്തുതികളും അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ, രാജാവേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ. ആരാധിക്കുന്നു. യോഗ്യതയായി എനിക്കൊന്നുമില്ല, എന്റെ സർവ്വവും നീ തന്ന ദാനമല്ല. യോഗ്യതയായി എനിക്കൊന്നുമില്ല, എന്റെ സർവ്വവും നീ തന്ന ദാനമല്ല. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. മഹത്വത്തിന്റെ അധിപനേ, മഹത്വം മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നവനെ, ആകാശം ചായ്ച്ചിറങ്ങി വരുന്നവനെ, ആയിരം ആയിരം രഥവ്യൂഹങ്ങളോടെ വരുന്നവനെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഇപ്പോൾ യേശുവിനെ ആരാധിക്കുന്നു. സഭയോട് ചേർന്ന് യേശുവിനെ ആരാധിക്കുന്നു. കുടുംബങ്ങളായി കർത്താവിനെ ആരാധിക്കുന്നു. രോഗികൾ കർത്താവിനെ ആരാധിക്കട്ടെ. ക്ഷീണിതർ കർത്താവിനെ ആരാധിക്കട്ടെ. കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവേ, ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. സ്തുതികൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ആരാധന അങ്ങേക്ക് അർപ്പിക്കുന്നു. ജീവിക്കുന്ന യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. കർത്താവെ സ്പർശിക്കണമേ. ശ്രദ്ധ കിട്ടാത്ത ദൈവമക്കളെ ഇപ്പോൾ തൊടണമേ കർത്താവെ. ഏകാഗ്രത ലഭിക്കാതെ വചനം കേൾക്കുമ്പോൾ പല വിചാര പീഡ അനുഭവിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. വചനം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. അടഞ്ഞ ഹൃദയങ്ങളെ ഇപ്പോൾ തുറക്കണമേ കർത്താവെ. യേശുവേ, ഒരു അത്ഭുതം ഇപ്പോൾ ഇവർക്കായി അവിടുന്ന് ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരാധന ആരാധന. യേശുവേ നന്ദി. യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തോട് കയർക്കരുത് എന്ന വിഷയത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു കഷ്ടത, ഒരു തകർച്ച, അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പോലും പതറി പോകുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ കുടുംബത്തിൽ ഒരു കൂട്ട മരണമായിരിക്കാം. ചിലപ്പോൾ ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ കഠിനമായ ഒരു മാരക വ്യാധിയായിരിക്കാം. ചിലപ്പോൾ കുടുംബത്തിൽ വലിയ കുടുംബ തകർച്ച കുടുംബാംഗങ്ങൾക്ക് വരുന്ന അന്തരീക്ഷമാകാം.
ചിലപ്പോൾ മക്കൾക്കൊരു വലിയ കഠിനമായ ദുരന്തമായിരിക്കാം. ഇത് വരുമ്പോൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവർ പോലും, നിരന്തരം ദൈവത്തിന്റെ കൂടെ വ്യാപരിക്കുന്നവർ പോലും, കർത്താവിന്റെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന അനേക വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകർ പോലും ചിലപ്പോൾ ഹൃദയത്തിലെങ്കിലും ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? കർത്താവേ, ഇതെന്തുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? ഞാൻ ഇത്രയും കാലം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്ത്, ഞാൻ ഇത്രയും കാലം നന്മ പ്രവർത്തിച്ച്, ഞാൻ ഇത്രയും ഉപകാരങ്ങൾ ചെയ്ത്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച്, ഞാൻ ഇത്രയും സഭയെ വളർത്തി, എന്നിട്ട് എനിക്കിത് എന്തുകൊണ്ട്? പലരുടെയും മനസ്സ് കലങ്ങുകയാണ് ആ സമയത്ത്. ഇതിനെക്കുറിച്ചുള്ള ദൈവഹിത ജ്ഞാനം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ആ സമയം സാത്താൻ കളകൾ വിതയ്ക്കുന്ന സമയമായി രൂപാന്തരപ്പെടും എന്ന് പ്രിയ ദൈവ പൈതലെ അറിയണം. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ഇതിനെക്കുറിച്ചുള്ള ദൈവിക ജ്ഞാനം പ്രാപിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിലെ 17-ാം തിരുലിഖിതത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ആർക്കും സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഒരു തകർച്ച, ഒരു കഷ്ടത, ഒരു കണ്ണുനീര് ഇത് വരുമ്പോൾ ഉടനെ നമുക്ക് തോന്നുകയാണ്, അയ്യോ ആ കുടുംബത്തിന് എന്നാലും അത് വന്നല്ലോ, അയ്യോ ആ കുടുംബത്തോട് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, എന്നാലും ആ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഇങ്ങനെ നമ്മുടെ അതരങ്ങളിൽ നിന്ന് ഓരോ അഭിപ്രായങ്ങൾ രൂപപ്പെടുകയാണ്. അവരുടെ ഹൃദയത്തിലും വേദനയ്ക്ക് തകർന്നവരുടെ ഹൃദയത്തിലും ഓരോ ചിന്തകൾ വരും. എന്നാലും എനിക്കിത് വന്നല്ലോ, എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. കാരണം ദൈവം എല്ലാം നന്മയായിട്ടുള്ളതാണ് ചെയ്യുന്നത്. എല്ലാം ദൈവം അനുഗ്രഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് കർത്താവ് ഇതെനിക്ക് അനുഗ്രഹമല്ല, അതാണ് എനിക്ക് അനുഗ്രഹം എന്ന് കർത്താവിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്ക് കഴിയും? യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, ആഴികളെ കൈക്കുമ്പിളിൽ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ ആര്? ആരുണ്ട് കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ? ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ ഉപദേശിക്കാൻ മാത്രം വളർന്നവർ ആരുണ്ട്? എന്നാൽ ആ കുടുംബത്തോട് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, എന്നാൽ എന്നോട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ തക്കവണ്ണം, കർത്താവിനെ ഉപദേശിക്കാൻ തക്കവണ്ണം ജ്ഞാനിയായവർ നിങ്ങളിൽ ആരുണ്ട്? വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുകയാണ്, കർത്താവിന്റെ ജ്ഞാനമാണ് നമുക്കായി നന്മകൾ ക്രമീകരിക്കുന്നത്. ദുരന്തങ്ങളാണെങ്കിലും കഷ്ടതകളാണെങ്കിലും തോൽവിയാണെങ്കിലും മരണങ്ങളാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിന്റെ ജ്ഞാനത്തിൽ ഇത് എനിക്ക് വളരെ വലിയ ഒരു നന്മയായി എൻ്റെ കർത്താവ് കണ്ടു എന്നുള്ളതാണ്. ഇത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുലിഖിതത്തിലാണ്. വചനം പഠിപ്പിക്കുന്നു, അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തേക്ക് ഉപദേശകരെ ആവശ്യമില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ
എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. കുടുംബത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് യാദൃച്ഛികമാണെന്നോ ദുരന്തമാണെന്നോ ഇത് വലിയ തകർച്ചയായി പോയെന്നോ ഇത് ദൈവം ഒരിക്കലും എന്നോട് ചെയ്യരുതായിരുന്നെന്നോ ഒരു ദൈവ പൈതലും പറയാതിരിക്കട്ടെ. പിന്നെ എന്താണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 16 തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഒരു ദൈവ പൈതൽ ഇങ്ങനെയാണ് പറയേണ്ടത്: എല്ലാം കർത്താവിന്റെ പ്രവർത്തികളാണ്, എല്ലാം അത്യുത്തമമായിരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ മനസ്സിൽ ശാന്തത വെടിയരുത്. നമ്മുടെ മനസ്സിൽ അനർത്ഥം സംഭവിച്ചല്ലോ ചിന്തിക്കരുത്. ഒരു ദൈവ പൈതലിന് അനർത്ഥങ്ങളില്ല. കാരണം ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മഹിമകൾ ആ ദൈവ പൈതലിനായി നന്മകൾ ക്രമീകരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രഭാഷകന്റെ 39 അധ്യായത്തിൽ 16 വാക്യത്തിൽ ഒരു ദൈവ പൈതൽ ഒരു ദുരന്തത്തിൽ എന്ത് പറയണമെന്ന് പ്രത്യേകം എഴുതി വച്ചിരിക്കുകയാണ്. എല്ലാം കർത്താവിന്റെ പ്രവൃത്തികളാണ്, എല്ലാം അത്യുത്തമമായിരിക്കുന്നല്ലോ. ഞാനും നിങ്ങളും ഇത് പറയണം. 131 സങ്കീർത്തനത്തിലെ 2-ാമത് തിരുലിഖിതം പ്രിയ ദൈവ പൈതലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്താ വചനം പഠിപ്പിച്ചിരിക്കുന്നത്? മാതാവിന്റെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന ഒരു ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. സങ്കീർത്തന പുസ്തകത്തിൽ 37 അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. പരിഭ്രമിക്കരുത്. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക. ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. ഒരു ദുരന്തം, ഒരു അനർത്ഥം, ഒരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുമ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് വെപ്രാളപ്പെട്ടിരുന്നാൽ അവിടെ സാത്താൻ പ്രവേശിക്കും. ആ ദൈവപൈതൽ എന്ത് ചെയ്യണം? എല്ലാം കർത്താവിന്റെ പ്രവൃത്തികളാണ്, എല്ലാം അത്യുത്തമമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39 അധ്യായത്തിൽ 15 തിരുലിഖിതം സ്തുതികളോടും ഗാനാലാപത്തോടും വീണനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഇങ്ങനെ പറയണം: എല്ലാം കർത്താവിന്റെ പ്രവൃത്തികളാണ്, അവയെല്ലാം അത്യുത്തമമായിരിക്കുന്നു. നമുക്ക് ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങളും തുറന്നു പിടിക്കാം. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ് അറിയാതെ എൻ്റെ ഒരു മുടിനാരിഴ പോലും വീഴുകയില്ല. കർത്താവ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഒരു ദുരന്തം വന്നാലും ഒരു തകർച്ച വന്നാലും എന്തു തന്നെയാണെങ്കിലും ഞാൻ അപ്പോഴും എൻ്റെ കർത്താവിനെ സ്തുതിക്കും, എൻ്റെ കർത്താവിനെ സ്നേഹിക്കും, എൻ്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കും. കർത്താവിനായി ഹൃദയത്തെ സമർപ്പിക്കാം. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവേ, ദുരന്തങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, അപ്രതീക്ഷിത സംഭവങ്ങളിൽ അങ്ങയെ ചോദ്യം ചെയ്യാൻ, കർത്താവിനെ ചോദ്യം ചെയ്യാനുള്ള വാസനയാൽ ബന്ധിക്കപ്പെടുന്ന ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ജീവിതത്തെ ഒരു അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു കൊച്ചു കുഞ്ഞ് തന്നെ വിട്ടുകൊടുക്കുന്നത് പോലെ ദൈവത്തിന്റെ നടത്തിപ്പിന്, ദൈവത്തിന്റെ പരിപാലനയ്ക്ക് വിട്ടുകൊടുത്ത് യഥാകാലം ദൈവത്തിന്റെ പദ്ധതികൾ നന്മയായി തെളിയുന്നത് കാത്തിരുന്ന് ദൈവത്തിൽ ആനന്ദിക്കാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയുടെ പരിപാലനം വിശ്വസിക്കാൻ, അങ്ങയുടെ കരങ്ങളിൽ ആശ്രയിക്കാൻ എല്ലാ ദൈവമക്കളുടെ മേലും ഇപ്പോൾ ഒരു അഭിഷേകത്തെ അവിടുന്ന് പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ദുഃഖത്തിന്റെ പാനപാത്രം എന്റെ കർത്താവേ, കർത്താവിന്റെ കയ്യിൽ തന്ന ഞാൻ എന്റെ കർത്താവിനെ ആരാധിക്കും. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
മനസ്സിനെ ബലപ്പെടുത്തി ഹൃദയം കൊണ്ട് തീരുമാനം എടുക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം യേശുവേ കർത്താവന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഹല്ലേലൂയ. ഹല്ലേലൂയ. ആപത്തിൽ അടിപതറരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും കരങ്ങൾ കൂപ്പി ദൈവം നല്ല വഴികളിലൂടെ മാത്രം എന്നെ നടത്തുകയുള്ളൂ. എന്റെ കർത്താവ് എന്നോട് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇരു കരങ്ങളും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, സ്വരം ഉയർത്തി വിളിക്കുന്നു. യേശുവേ